കേരളത്തിന്റെ ഇന്നയോളമുള്ള ചരിത്രത്തിൽ ഒരു വനിതാ രാഷ്ട്രീയ നേതാവിനെതിരെ ഇങ്ങനെ ഒരു കടന്നാക്രമണം ഉണ്ടായതിന്റെ ഒരു അനുഭവം ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവർക്ക് ഇതേപോലെ മറ്റു വിശദീകരിക്കാനുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായം ഈ കാര്യത്തിനകത്ത് കോൺഗ്രസിന്റെ യുക്തിയെ മുഖവിലക്കെടുക്കുക പോലും ചെയ്യരുത്. അതിനെ കാലിനടിയിൽ ചവിട്ടിയരച്ച് കളയുന്ന പുല്ലിന്റെ പോലും വിലയിൽ അതിനില്ല. കാരണം എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിലെ ഒരു വനിതാ മന്ത്രിക്ക് നേരെ കടന്നാക്രമണം ഉണ്ടായിട്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ പല പൗരപ്രമുഖന്മാരും വന്ന് ചോദിക്കുകയാണ്, ഇതിന്റെ ദൃശ്യമുണ്ടോ, ഇതിന്റെ ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് പരിക്കേൽക്കുന്നത് എന്നതിനെ സാധൂകരിക്കുന്ന ചിത്രമുണ്ടോ? ചിത്രവും ദൃശ്യവും ഇല്ലാതെ ഉണ്ടായിട്ടുള്ള കടന്നാക്രമണങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് പറയും? നാളെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിനെതിരെ അക്രമം ഉണ്ടാകുന്നു, പക്ഷെ നിർഭാഗ്യവശാൽ അവിടെ CCTV-യോ മറ്റ് ക്യാമറ ദൃശ്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു പറഞ്ഞാൽ മതിയല്ലോ, ദൃശ്യവുമില്ല ചിത്രവുമില്ല, പ്രതിപക്ഷ നേതാവ് പതിവ് പോലെ ഒരു നുണ പറയുകയാണ് എന്ന് പറയാൻ കഴിയുമോ? അപ്പോൾ അങ്ങനെയൊന്നും രാഷ്ട്രീയത്തെ വില കുറച്ച് കാണരുത്. നമ്മളുടെ നാട്ടിൽ ഒരാൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. അങ്ങ് സൂചിപ്പിച്ച സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഏത് കാലയളവിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു നേർരേഖയുണ്ട്. രാഷ്ട്രീയത്തിൽ, ജനാധിപത്യ ക്രമത്തിൽ ഒക്കെ ഒരു നേർരേഖയുണ്ട്. ആ നേർരേഖയെ ലംഘിച്ച് എന്ത് തോന്നിയാസവും കാണിക്കും. പക്ഷേ നിങ്ങൾ അതിന്റെ ചിത്രവും തെളിവും ഉണ്ടെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി എന്ന് പറയുന്നത് നാലായി മടക്കി കയ്യിൽ വെച്ചാൽ മതി എന്നാണ് സാധാരണഗതിയിൽ തിരികെ പറയേണ്ടത്. ദയവ് ചെയ്ത് അങ്ങേപ്പോലെ ഒരു മുതിർന്നയാൾ, പക്വതയുള്ളയാൾ ഈ മാതിരി ന്യായവാദങ്ങൾ എടുത്തു വെച്ചുകൊണ്ട്, കോൺഗ്രസ്സുകാർ പോലും സ്വീകരിക്കാൻ സാധ്യതയില്ലാത്ത ന്യായവാദങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഇത്തരം വൃത്തികേടുകളെ ന്യായീകരിക്കാൻ ഒരുമ്പെടല്ല. അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.